ചോദിച്ച അവന്റെ ആ നിറച്ച് ലഡു കുത്തി കയറ്റി വെച്ചേക്കുവാ. അവനെന്ത് ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ അപ്പോൾ വിഷുക്കണി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രസകരമായ കുറേ കാര്യങ്ങളുണ്ടായി, ഒത്തിരി ലേറ്റായി നമ്മൾ കണി ഇറക്കാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഒരു ടീപ്പോയൊക്കെ എടുത്ത് വെച്ച് അതിനകത്തൊരു മഞ്ഞ ഷോളൊക്കെ വിരിച്ച് ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മയിൽപ്പീലി എടുത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അൾത്താരയുടെ നേരെ താഴെ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വയ്ക്കാം, ധാന്യങ്ങൾ വെക്കണം, പഴങ്ങൾ വെക്കണം, അങ്ങനെ കണ്ണാടി വെക്കണം, പിന്നെ കോടി വെക്കണം, അങ്ങനെ എല്ലാ കൂട്ട കാര്യങ്ങളും വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടിതാ തളികയും വിളക്കും ഒക്കെ ഇവിടെ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒരുക്കാം. അപ്പം ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണന് നമ്മൾ കദളിപ്പഴം വയ്ക്കുന്നുണ്ട്. അപ്പോൾ കദളിപ്പഴം പഴുത്തിട്ടുണ്ടായില്ല, നാളത്തേക്ക് പഴുക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞ. ദൈവം നമ്പുരാൻ അറിയാം. ഇതൊക്കെ ആയിട്ടങ്ങ് വയ്ക്കാം. പിന്നെ ഇതാ ഒരു തണ്ണിമത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആൻസ് തിന്നാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ബാക്കി ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കാം. കണിവെള്ളരി വയ്ക്കാം, പിന്നെ മത്തങ്ങ വയ്ക്കാം. ഇതാ മത്തങ്ങ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. മാമ്പഴം വെച്ചിട്ടുണ്ട്, മത്തങ്ങ വെച്ചിട്ടുണ്ട്, തണ്ണിമത്തൻ വെച്ചിട്ടുണ്ട്, മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട്, കദളിപ്പഴം വെച്ചിട്ടുണ്ട്. എല്ലാം ഇതിനകത്ത് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് കോടി വെക്കാനുണ്ട്, കണ്ണാടി വെക്കാനുണ്ട്, തേങ്ങാമുറി വെക്കാനുണ്ട്. ഏറ്റവും ലാസ്റ്റൊക്കെ കണിക്കൊന്നയും കൃഷ്ണനെയൊക്കെ എടുത്ത് വെക്കാം. പിന്നെ പൈസ വെക്കാനുണ്ട്, ധാന്യങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെച്ചാലോ. ചേട്ടൻ ആ സമയം കൊണ്ട് തേങ്ങ പൊതിക്കാനായിട്ട് പോയതാണ് സുഹൃത്തുക്കളെ. പിന്നെ ഞാനൊരു കണ്ണാടി വാങ്ങിയിട്ടോ, പുതിയതായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയപ്പോൾ എനിക്ക് ഒരു കൂട്ടം കാര്യം കിട്ടി. മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ നല്ല നാട്ടു മാമ്പഴം കണ്ടപ്പം ഞാനങ്ങ് വാങ്ങി. ഇനി പ്രധാനമായിട്ടും നമ്മളിതാ കണിവെള്ളരി വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതാ വെള്ളരിക്ക വയ്ക്കാം. അത് നല്ല ഭംഗിയുള്ളൊരു വെള്ളരിക്ക, ക്യൂട്ട് വെള്ളരിക്ക. എനിക്കത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കണിവെള്ളരി. അപ്പോൾ ദാ അതും വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് വെച്ച് ചുമ്മാ വൃത്തികേടാക്കി ചളമാക്കുന്നില്ല. ഇച്ചിരി ഭംഗിയിലൊക്കെ വയ്ക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പം നല്ല രസമുണ്ടായിരുന്നു. ആട്ടിപ്പോയി അല്ലായിരുന്നു തോന്നണം കേട്ടോ. എന്തായാലും നമുക്ക് നിലവിളക്ക് നമ്മളിങ്ങനെ വെറുതെ വയ്ക്കത്തില്ല. നിലവിളക്ക് നമുക്കിങ്ങനെ ഒരു ഇതിനകത്ത് വയ്ക്കാം, പാത്രത്തിൽ വയ്ക്കാം. വിളക്ക് കത്തിക്കണ തിരി അവിടെ ഇരിക്കണമെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇത് പൊട്ടിച്ചോണ്ട് വാ. ആ, ഇതുവരെ ഞാൻ ഉടുക്കാത്ത ഒരു സെറ്റ് മുണ്ടുമാണ് കേട്ടോ ഇത്. വാങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഉടുക്കാത്തൊരു സെറ്റ് മുണ്ടാണ്. വാങ്ങിയിട്ട് കാര്യം പറയാൻ 2 കൊല്ലമൊക്കെ ആയില്ല, പക്ഷേ ഇതുവരെ ഉടുത്തിട്ടില്ല. നമുക്കിവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ കൃഷ്ണനെ വയ്ക്കുവാണ് കേട്ടോ. കൃഷ്ണനെ ഇവിടെ വെച്ചു. ഇനി കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം ചെയ്യാം. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടിക്കുരു. ഇതൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ട് ഇത്ര വർഷങ്ങളായി എന്നറിയാവോ. അപ്പോൾ ഇതാ നമ്മൾ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടിക്കുരു വെച്ച് കൊടുത്തു. കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലിനി വെള്ളപ്പൂ ഇടണം. പിന്നെ തിരി വെച്ചിട്ടുണ്ട്. തിരി വിളക്കിലിട്ടിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിഷുവിന്
വിളക്കെണ്ണയാണോ നല്ലെണ്ണയാണോ എന്ന് ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പം നല്ലെണ്ണ എന്ന് കണ്ടു. അതുകൊണ്ട് അത് വെച്ച് കൊടുക്കാം. പിന്നെ ഗ്രന്ഥം വെച്ച് കൊടുക്കാം. നമ്മൾ ഏകദേശം എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഷ്ടമംഗല്യത്തട്ടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് കൺമഷിയും കുങ്കുമവും വെച്ച് കൊടുക്കാം. പിന്നെ പല വക ധാന്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗണപതിക്ക് ഇഷ്ടമുള്ള പ്രിയപ്പെട്ട മോദകം വെച്ച് കൊടുത്തിട്ട് അത് വെള്ളപ്പൂ ഇടണം. മുല്ലപ്പൂ ഉണ്ടോ? ഒരു പ്ലുമേറി ആയാലും മതി, അല്ല ഇവിടെ വെള്ളപ്പൂ വിരിഞ്ഞപ്പുണ്ട്, അതായാലും മതി. മത്തങ്ങയൊക്കെ അടിയിൽ പോയി സുഹൃത്തുക്കളെ. കണിക്കൊന്ന വെച്ച് കൊടുക്കണം, ലാസ്റ്റ് വയ്ക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കും. ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ എണ്ണ പറ്റി, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് തിരിയൊന്ന് 2-3 മതി. മുല്ലപ്പൂ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പോലെയൊക്കെ വെച്ചുട്ടെ. കണ്ണന് കദളിപ്പഴം, പിന്നെ മത്തങ്ങ, പച്ചക്കറിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ മത്തങ്ങ വെച്ചിട്ടുണ്ട്, ചക്ക വെച്ചിട്ടുണ്ട്, കണിവെള്ളരി വെച്ചിട്ടുണ്ട്, വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ വാൽക്കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നതാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ വന്നിട്ട് കണ്ണ് തുറക്കുന്ന, സത്യം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ തൊട്ട് കണ്ണ് നനച്ചാണ്, കണ്ണ് തുറന്നിട്ടാണ് കണി കാണേണ്ടതെന്നാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ അറിവാണ് കേട്ടോ, ആരും പറഞ്ഞു തന്നതൊന്നുമല്ല. അറിവുള്ളവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന ആ അറിവുകളാണ് എനിക്കും കിട്ടിയത്. അപ്പം എൻ്റെ ഒരു മാമ്പഴം ആരും കാണുന്നില്ല. ആ മാമ്പഴത്തിന് നമുക്ക് ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. കണ്ണൻ്റെ കദളിപ്പഴം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അരിയുണ്ട്. എല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കണം എന്നല്ലേ പറയുന്നത്. കുറച്ചൊക്കെ അവിടെയൊക്കെ ചാടിക്കിടക്കും, അത് സാരമില്ല അല്ലേ. നിറഞ്ഞ് കവിയുമ്പം ചാടിക്കിടക്കും. തപ്പി 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 ഞാൻ മടുത്തുപോയി, സത്യം പറയാലോ. ഇത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയാണ് കേട്ടോ. ഞാൻ PG പഠിച്ചതാണ്. അപ്പോൾ ഇതാ ഗ്രന്ഥം. നമുക്ക് വേണമെങ്കിൽ ഭാഷാ ഭഗവത്ഗീതയൊക്കെ വയ്ക്കാം, പക്ഷെ അതെൻ്റെ കയ്യിലില്ല. ഇത്രയേ ഉള്ള പൂവ്. അപ്പം കണിക്കൊന്ന പൂവിന് കഥ പറയാനുണ്ട്. കണിക്കൊന്ന പൂവിൻ്റെ കഥ ചേട്ടൻ പറയും. അങ്ങനെയെല്ലാം ഞാൻ വെച്ച് കൊടുത്തു. അങ്ങനെ ഇതാ ജ്ഞാനപ്പാന വെച്ച് കൊടുത്തിട്ടുണ്ട്. ജ്ഞാനപ്പാന കാണാൻ പാടില്ല, കണിക്കൊന്നപ്പൂ വരണം. ഇപ്പം ഇതാ ഗ്രന്ഥം, പുതിയ വസ്ത്രം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ഇതാ വെള്ള പൂവിട്ട കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പൈസ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മോതിരം വെച്ച് കൊടുത്തിട്ടുണ്ട് സ്വർണത്തിന്. എല്ലാം അത്യാവശ്യമൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വിലയേറിയ നോട്ടുകളൊക്കെ മടങ്ങിയിരിക്കണോണ്ട് കാണാൻ പറ്റുന്നില്ല. സെറ്റായിട്ടൊക്കെ വെച്ചതല്ല, ഇപ്പം ബളുക്കുന്നായി. അപ്പോൾ കണിക്കൊന്ന പൂവിൻ്റെ കഥ പറഞ്ഞു. അന്വേഷിച്ച് നടന്ന് ഒരു 5-6 കിലോമീറ്റർ പോയിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നപ്പോൾ വേറെ സ്ഥലത്ത് പറമ്പിൽ മരത്തിൻ്റെ മുകളിൽ വെട്ടം കാണാം. അപ്പോൾ ആ വീട്ടിലുള്ളവർ പറക്കുകയാണ്. അങ്ങനെ അവിടെ വണ്ടി കൊണ്ട് ചവിട്ടി അവർ ചോദിച്ചു, അല്ല നമ്മൾ എനിക്ക് ഇച്ചിരി പൂ വേണം. അപ്പം തന്നെ താഴെ കൊച്ചു പോകണം. ആ കൊച്ചിനോട് പറഞ്ഞു, കൊച്ച ഇച്ചിരി കുറച്ച് പൂ എടുത്തു കൊടുക്കാൻ പോകുന്നു. അങ്ങനെ പൂ നമുക്ക് കിട്ടി. 6-7 മരം ഉണ്ടായിരുന്നു. ആ മരത്തിലെല്ലാം കുറച്ചുണ്ട് നട്ടുകാരുണ്ട് എല്ലാവരും. ഒരു പൂ പോലും കിട്ടാനില്ല. ലാസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ പോയി, അതായത് കിട്ടി രാത്രി പോയിട്ട്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വിലയേറിയ വസ്തു കണ്ണം കഴിഞ്ഞാൽ പിന്നെ
ഏറ്റവും മൂല്യമേറിയത് കണിക്കൊന്ന പൂവാന്ന് ഞാൻ പറയും. അന്യായ കാശ് കൊടുത്ത് നമ്മൾ മുന്തിരിയും അതുപോലെ തന്നെ മാമ്പഴവും ഒക്കെ വാങ്ങിയെങ്കിലും ഇതിൽ ഏറ്റവും മൂല്യമേറിയത് കണിക്കൊന്ന പൂവ്. അത് കിട്ടാത്ത സങ്കടം ചില്ലറയല്ലായിരുന്നു. ഈ പൈസ നടുക്കി വെക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത് വേണം ഇങ്ങോട്ട് വയ്ക്കാം, കണ്ണ് നിറച്ച് കാണാൻ. ഇത് പല കൂട്ടം ധാന്യങ്ങളാണ്. ഇത് അരിയുണ്ട്, ഇതിനകത്ത് അരിയുണ്ട്, പയറുണ്ട്, കടലയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, ധാന്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, ലഡു ഉണ്ട്, പൈസ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വർണത്തിനൊരു മോതിരം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം, മുന്തിരി വെച്ചിട്ടുണ്ട്, കദളിപ്പഴം വെച്ചിട്ടുണ്ട്, മാമ്പഴം വെച്ചിട്ടുണ്ട്, ചക്ക വെച്ചിട്ടുണ്ട്, തണ്ണിമത്തം വെച്ചിട്ടുണ്ട്, കണിവെള്ളരി വെച്ചിട്ടുണ്ട്, തേങ്ങാമുറി വെച്ചിട്ടുണ്ട്, കണ്ണാടി വെച്ചിട്ടുണ്ട്, കൃഷ്ണനും മയിൽപ്പീലിയും, കൃഷ്ണന് പ്രിയപ്പെട്ട മയിൽപ്പീലിയും കണിക്കൊന്നയും അതുപോലെ തന്നെ മഞ്ചാടിക്കുരു ഒക്കെയുണ്ട്. അഷ്ടമംഗല്യത്തട്ടിനെ ഓർമ്മിപ്പിക്കാനായിട്ട് കുങ്കുമവും കൺമഷിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള എല്ലാ കൂട്ടം കാര്യങ്ങളും തന്നെ വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗ്രന്ഥമുണ്ട്, പുതിയ വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പം നമുക്ക് നാളെ കണിയുണ്ട്. ഒരു പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇത്ര സിമ്പിളായിട്ട് ചേട്ടൻ്റെ പേർക്ക് അങ്ങ് പറഞ്ഞു, അന്വേഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ കണിക്കൊന്നയൊക്കെ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ മുമ്പിലുള്ള കൊന്നയിൽ പൂവുണ്ടല്ലോ എന്ന് കണ്ടു വെച്ചു. എന്നാണ് ഈ പകൽ മൊത്തം പണിയായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ 6:30 ആയി. 6:30 കഴിഞ്ഞ് 6:45 കഴിഞ്ഞ് 7 ആകാറായപ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങണേ. അപ്പോൾ എന്താണേലും തൊടുപുഴയിൽ നമുക്ക് കണിക്കൊന്ന കാശ് കൊടുത്ത് വാങ്ങാമെന്നുള്ള പ്ലാനിങ് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ആളുകളൊക്കെ കണിക്കൊന്നയും കൊണ്ട് വരുന്നുണ്ട്. അമ്പലത്തിൽ ഉത്സവമാണ്, പക്ഷെ ആളുകളൊക്കെ കണിക്കൊന്നയും കൊണ്ട് വരുന്നുണ്ട്. തപ്പിപ്പിടിച്ച് നമ്മൾ ആദ്യം ചെന്ന വഴി വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടിയില്ല. പിന്നെ വണ്ടി നമ്മൾ തൊടുപുഴ മഡോണ ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ ആ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു ചെന്നു. ആളുകളെല്ലാം കണിക്കൊന്നയായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ തപ്പി ചെന്നപ്പോഴത്തേക്കും ഒരു ഓട്ടോറിക്ഷയിലെ കണിക്കൊന്ന വിറ്റുകൊണ്ടിരുന്നേ. അവസാനം വിൽപ്പനയും തീർന്ന് അവർ ഓട്ടോറിക്ഷ തൂത്തുവാരുന്ന കാഴ്ച കണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. വഴിയെല്ലാം അന്വേഷിച്ചു. പിന്നെ നമ്മൾ കരിമണ്ണൂരൊരു പയ്യനെ വിളിച്ച് ചോദിച്ചു. അവൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു കണിക്കൊന്ന, നമ്മുടെ പള്ളിയുടെ അവിടെയുള്ള കണിക്കൊന്നയുള്ള, അവിടെ പൂവുണ്ടോ എന്ന് വെച്ചപ്പം അവൻ്റെ പേർക്ക് ആദ്യം പൂവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും പൂവൊക്കെ ചുണയുള്ള ആമ്പിള്ളേർ പറിച്ചുകൊണ്ട് പോയി. അതിനുശേഷം നമ്മളവിടെ രാത്രി ഒരു 9 മണി ആയപ്പോഴാണ് നമ്മൾ എത്തുന്നത്. എല്ലാ കൂട്ട സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ എത്തിയപ്പോഴത്തേക്കും കണിക്കൊന്നയില്ല, ആട് കിടന്നിടത്ത് കൂടെ ഇല്ലയെന്ന് പറയണം. 2 പൂവ് മുകളിൽ ഉണ്ടായിരുന്നു. അതെങ്കിലും പറിക്കാലോ എന്ന് ഓർത്ത് ഞാനങ്ങ് നിന്നു. അന്നത്തേക്ക് അതും വന്ന് വേറെ ചെറുക്കന്മാർ പറിച്ചുകൊണ്ട്. ഇതിൻ്റെ മണ്ടേ കയറാൻ ആരെങ്കിലും വേണ്ട, അല്ലെങ്കിൽ തോട്ടി വേണ്ട, ഇതൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഉടുമ്പന്നൂർ വഴിക്കൊന്ന് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആ വഴി ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കണിക്കൊന്നയൊന്നും കണ്ടില്ല. ഒരു കണിക്കൊന്ന കണ്ടത് മണ്ടയിലേ പോവുള്ളൂ. അതിന് ഊരി വരെ ആൾക്കാരെടുത്തേക്കും. അങ്ങനെ ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരും. അങ്ങനെ തിരിച്ചു പോന്നപ്പം ഒരു കണിക്കൊന്നയുടെ മണ്ടയിൽ ഒരു ലൈറ്റ് കണ്ടു. ലൈറ്റ് കണ്ടപ്പോൾ ആൻസ കണ്ടേ. അവിടെ കണിക്കൊന്ന ചേട്ടന്മാർ പറക്കുവാന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ വണ്ടി മുമ്പോട്ട് പോകുന്നിരുന്നു. അന്നത്തേക്കും പിന്നെ വണ്ടി തിരിച്ചു ചെന്നു. നമ്മളെ കണ്ടപ്പോഴത്തേക്കും ഇതാരായി വന്നേന്നറിയാൻ മേലാത്തതുകൊണ്ട് അവരെത്തി നോക്കിയപ്പോൾ ചേട്ടൻ ചെന്നിട്ട് 2 കണിക്കൊന്നപ്പൂ തരാമെന്ന് ചോദിച്ചപ്പോൾ അവർക്കും ആശ്വാസമായി, നമുക്കും ആശ്വാസമായി. അവർ വേഗം തന്നെ കണിക്കൊന്നപ്പൂവൊക്കെ എടുത്ത് തന്നു. നമ്മളതും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണ് ഈ വർഷത്തെ ഒരു ഓർമ്മ, വിഷുവിൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ കണിക്കൊന്നപ്പൂവിന് വേണ്ടി ഇത്രയും അലഞ്ഞ ഒരു വർഷം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ചേട്ടനാണ് ഇന്ന് ഭയങ്കര കോട്ടുവാ വിട്ടുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നാളെ പായസമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ പോയി കിടന്നുറങ്ങാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുവല്ല, വാ കണി കാണാം. കണ്ണ് തുറന്ന് നോക്കിക്കോ. കണ്ടോ? ഉണ്ടാക്കോളാം, ബാ. കണ്ണ് തുറക്കാതെ പൊക്കോ. കണ്ണടച്ചല്ലേ വിളിച്ചാണേ? നോക്കിക്കോ.
ഇതെന്നാ നോട്ടാ ഇത്? എല്ലാവർക്കും ഒന്ന് നോക്കട്ടെ. പൈസയൊക്കെ കണ്ടോ? കണ്ണാടി നോക്കി മുഖം ഒന്ന് കണ്ടോ? കണ്ണാടി നിൻ്റെ മുഖം നോക്ക. കാണാമോ നിന്നെ? കണ്ടോ? എന്നൊക്കെ നീ ഇതിനകത്ത് കണ്ടു? ഇന്നലെ നീ കിടന്ന് ഉറങ്ങിപ്പോയല്ലോ. എന്നൊക്കെ നീ ഇതിനകത്ത് കണ്ടു ഒന്ന് പറഞ്ഞേ. പൈസയാണോ നീ ആദ്യം കണ്ടേ? കാണിക്കൊന്നയാ? തണ്ണിമത്തങ്ങയാ? അവൻ്റെ ഫേവറേറ്റാ. ഓക്കെ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വിഷുക്കണിയൊക്കെ കണ്ടു. ഞാൻ ചോറ് അടപ്പത്തിട്ടേക്കുവാണ് കേട്ടോ. അതിനുശേഷം രാവിലെ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. വലിയ കറിയൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. നമ്മളൊരു സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇതാ സാമ്പാർ വെച്ചു. അതിന് കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. സാമ്പാറിനുള്ള കടുക് പൊട്ടിക്കാനായിട്ട് ചേട്ടൻ രാവിലെ 2 കെട്ട് പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ പുല്ല് വെട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം ഇതാ ആ വീട്ടിൽ ചക്ക ഇടാനായിട്ട് പോയേക്കുക ചേട്ടനും തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനും കൂടിയേ. ഞാനാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് നാട്ടുമാമ്പഴം. ആ വീട്ടിലും അതുണ്ട് കേട്ടോ. ആ വീട്ടിലെ പറിച്ചോളാൻ പറഞ്ഞപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ട വഴി വാങ്ങി. കാരണം കഴിഞ്ഞ ദിവസം മാമ്പഴപ്പുളിശ്ശേരി വെച്ചെങ്കിൽ അത് മൂവാണ്ട മാമ്പഴം അങ്ങനെ എന്തോ ആയിരുന്നേ. നാട്ടുമാമ്പഴത്തിന് മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴക്കറിയൊക്കെ വയ്ക്കുവാണെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അന്നേരം ഒരു കാര്യം പറ്റിപ്പോയി. ഇവിടെ ആണെങ്കിലേ തൈരില്ലാണ്ട് പോയി. അതിന് വാങ്ങിയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞൊരു പപ്പടം കാച്ചാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്. സാമ്പാറുണ്ടല്ലോ. പിന്നെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. രാത്രിയിൽ വന്ന വഴി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓലക്കൊടി മീനാണ്. അപ്പം അതൊക്കെയാണ്. ആൻസൂട്ടൻ രാവിലെ കണി കണ്ടിട്ട് കയറി കിടന്ന് വീണ്ടും ഉറങ്ങുവാണ്. അപ്പം 4:30 ആയപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചെഴുന്നേച്ച് കറണ്ട് പോയെന്നേ. കറണ്ട് ഇങ്ങനെ വരുവോ പോവോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു രക്ഷയില്ലായിരുന്നു. കറണ്ട് വരും പോകും, വരും പോകും, വരും പോകും. ആവി എടുത്തിട്ട് പുകഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇതാ പോയി, കറണ്ട് പോയി. ഞങ്ങളാണെങ്കിൽ ജനലെല്ലാം തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത്. ഭാഗ്യത്തിന് പിന്നെ മിക്സിയിൽ അരയ്ക്കാൻ മാത്രം ഒരു കറി ഞാൻ ഇന്ന് ഉണ്ടാക്കിയില്ല. ഇച്ചിരി പപ്പടം കാച്ചിയാൽ മതി. അതുകൊണ്ട് ഇങ്ങനെ ഈ കറണ്ട് വരുവും പോകും ചെയ്തുകൊണ്ട് ആവി എടുത്തിട്ടിരിക്കാൻ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. 5 മണിക്കത്തെ അലാറം വെച്ചെങ്കിലും 4:30 നമ്മളെല്ലാവരും കണി കണ്ടിട്ട് ഉറക്കം വരുന്നില്ല. ഇങ്ങനെ കമ്മന്നടിച്ച് കിടക്കും ആവി എടുത്തിട്ട്. ഞാൻ അവിടുത്തെ സിറ്റ് ഔട്ടിലെങ്ങാനും വാതിൽ തുറന്നു പോയി കിടന്നാലോ എന്ന്. അത്രയ്ക്ക് ചൂടായിരുന്നു. ഇപ്പോഴും ചൂടെടുക്കും ആവി എടുത്തിട്ട്. ഈ ഫാൻ നിന്നപ്പോഴത്തേക്ക് ചൂട് കൂടി. വന്ന് ഇതാണിവിടെ. കറണ്ട് വരും പോകും, വരും പോകും, പോകും വരും, പോകും വരും, വരും പോകും. ഇത് തന്നെ പരിപാടി. പപ്പടം കാച്ചണം. പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സേമിയ പായസം ഉണ്ടാക്കണം. പിന്നെ എന്തൊരു പായസം മിക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇൻസ്റ്റൻറ്റ് പായസം എന്നൊക്കെ പറഞ്ഞിട്ട്. ചുമ്മാ കണ്ടപ്പം വാങ്ങിയതാണ്. അതുകൂടി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. എന്നിട്ട് 2-3 റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനെ കിട്ടണം. ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഒരു മുണ്ട് ഷർട്ടൊക്കെ ഉടുത്ത് കസവ് മുണ്ടൊക്കെ ഉടുത്തൊന്ന് ചേട്ടനെയും കിട്ടണം. എന്നിട്ട് വേണം റീൽസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്കൊക്കെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ചേട്ടൻ ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വിഷുവിന് ചക്കപ്പുഴുക്ക് തിന്നുന്ന ആഗ്രഹം. എടുക്കും കോടാലി. അപ്പോഴേ നമ്മളൊരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. എന്തൊരു പുട്ടിന്നൊന്നും പറയണ്ട. റീൽസ് വീഡിയോയിലൊക്കെ ഇച്ചിരി എടുത്ത് കാണിക്കണമെങ്കിൽ ഹൈ മേക്കപ്പൊക്കെ വേണം. അപ്പം അതിനൊക്കെ വേണ്ടി കുപ്പിവളയാക്കിയിട്ട് സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ഒരാളെ നമ്മൾ മുഴുവനായിട്ടൊന്നും കാണിക്കത്തില്ല കേട്ടോ. ആ ആളെ റീൽസ് കാണിയത് കത്തിച്ച് വയ്ക്കാം. അപ്പോൾ റീൽസൊക്കെ നമ്മൾ എടുത്തിട്ട് വരാം.
അപ്പതേ നമ്മള് റീലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി റീൽസ് ഒക്കെ ഷോർട്സ് വീഡിയോ വരുന്നുണ്ട്, കാണണം. വന്നിട്ടുണ്ട്, കാണണം. അപ്പതേ ചേട്ടൻ കൈനീട്ടം തരാൻ പോവുകയാണ്. അപ്പൊ ആദ്യം ആർക്കാ? ആ കൊച്ചിന് കൊടുക്കാം. അവന്റെ കാര്യം, അവന്റെ കയ്യിൽ 500 രൂപ കൊണ്ട് കണി വെക്കാൻ വെച്ചു. എന്നിട്ട് അവൻ ആ 500 ഇട്ട് ആദ്യം തന്നെ അവൻ കൈ പിടിച്ചു. ചോദിച്ചു അവന്റെ വാ നിറച്ച് ലഡു കുത്തി കയറ്റി വെച്ചേക്കുവാ കൊതിയും കൊണ്ട്. തന്നാ പിന്നെ തിരിച്ചു തരൂലേ? കാണുന്ന രീതിയിലല്ല, ചുമ്മാ ഇട്ട് കൊടുത്ത കാര്യമുണ്ടോ? നീ കഴിഞ്ഞിട്ട് കിട്ടിയവരൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തരും. ചേച്ചി അത് വീണ്ടും അലമാരി വെച്ച് പോട്ടിട്ട്. അപ്പൊ ഇനി നമുക്കിനി അടുത്തത് പായസം ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഇത് നാളെ ആഭരണങ്ങളൊക്കെ 100 രൂപയുടെ പോവാ, എപ്പോഴേനും കളയില്ല. ഇനിയിപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കണം. പായസം ഉണ്ടാക്കാനുണ്ട്, പപ്പടം കാച്ചാനുണ്ട്. ഇതൊന്നും അതെ അതറിഞ്ഞില്ലായിരുന്ന അതറിയാതെ ചേട്ടന് ഇപ്പോഴും ഹാപ്പം കുപ്പൊന്നും അറിയാൻ പാടില്ല. അയ്യോ തൂരിട്ട് ഈ ബ്ലൗസിന് ഭയങ്കര ചൂടാ. ഓഫടാ ഓഫ്. അപ്പൊ അതാ നമ്മള് ചോറുണ്ണാൻ പോവാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതെന്ന് വെച്ചാല് സാമ്പാർ ഉണ്ടാക്കി, പപ്പടം, പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇന്നലെ വെച്ച മീൻകറി. ഇന്നലെ രാത്രി മീൻകറി വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ വിളിച്ചിട്ട് അവൻ വന്നില്ല. അവന് വിശക്കണില്ല. അവൻ അതും ഇതെല്ലാം കഴിച്ച് നടക്കണുണ്ട്. ഫ്രാൻസിനെ വിളിച്ചിട്ടുണ്ടാവാൻ വരുമോന്ന് മിറ്റേ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ആൻസൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടാവും. മൊബൈലൊക്കെ നോക്കി കിടക്കുകയായിരുന്നു. അതിനൊരു നീക്ക് വഴക്കും കിട്ടി ഇപ്പൊ. ഓ കണ്ണാടി പൊട്ടിക്കില്ലേ? ആ അത് മതിയോ? കറിയൊക്കെ എവിടെ ഇരിക്കണേ? ഏതാ ഇതെന്താ? ആ വെള്ളം കളയില്ലേ? സാമ്പാർ ഇഷ്ടമല്ല, കോവയ്ക്ക് ഇഷ്ടമല്ല, നല്ല തുണ്ട മീനുണ്ട് അത് ഇഷ്ടമല്ല, പപ്പടം മാത്രം കൂട്ടി കഞ്ഞി കുടിക്കുന്ന നോക്ക. അപ്പോൾ അതാ നമ്മുടെ സേമിയ പായസമാണ് കേട്ടോ. സേമിയ പായസം ചോറിച്ചിട്ട് കനത്തിൽ ഉണ്ടതുകൊണ്ട് സേമിയ പായസം കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ റീലൊക്കെ ചെയ്തതിൻ്റെ പുട്ടിയാണ് കേട്ടോ ഇപ്പം മുഖത്ത് തന്ന. പുട്ടിയൊന്നുമില്ല, കുറച്ച് പൗഡർ ഇട്ടതേ ഉള്ളൂ. അത് വേർത്ത് കുളിച്ചൊരു പരുവായി. പിന്നെ ഇതൊന്നും ഊരിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ ഊരി കളയാൻ സമയം കിട്ടിയില്ല ഒന്നിനും. എങ്ങനെയുണ്ടായിരുന്നു വിഷു? അടിപൊളി. റീൽസ് അടിപൊളി ഷോർട്സ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു വിഷുവിൻ്റെ. ഭയങ്കര കമൻറ്റും ഭയങ്കര ലൈക്കും ഭയങ്കര അഭിപ്രായമൊക്കെ വരുന്നത്. ചേട്ടൻ്റെ ലിപ്സിങ്ക് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടിന് ഒപ്പാണ് ലിപ്സിങ്ക് പോയേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് എഡിറ്റ് ചെയ്ത് എനിക്കൊരു കുതിരപ്പോവാൻ തരണം. പിന്നെ പറ. അത് പിന്നെന്താ, വിഷു അങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഉള്ളു വിഷു. ഈ തവണത്തെ വിഷു തീർന്നു. ഇനി ഒരു ഓണം വന്നുണ്ട്. ഓണം നമ്മൾ പൊളിക്കും. ഓണം പൊളിക്കണമല്ലോ, പറ്റില്ല.
പിന്നെ എവിടെയൊന്ന് വെക്കാം ഇരിക്കുക. അപ്പോൾ ആൻസാണെങ്കിൽ സൈക്കിളൊക്കെ ഓടിപ്പാഞ്ഞ് അടക്കുന്നുണ്ട്. ബാസ്ക്യുവിന് നമ്മൾ ചോറ് വെച്ച് കൊടുത്താൽ ഇങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്. അവനെ വീണ്ടും അങ്ങോട്ട് ഇറങ്ങി കിടന്നു, കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങിപ്പോയി പാവം. അപ്പോൾ തുമ്മാൻ പറ്റും ചേട്ടാ, എനിക്ക് തുമ്മാൻ പറ്റും, എനിക്ക് തുമ്മാൻ വരുന്നു. വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? അതെ തട്ടരുത്. വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് എന്ത് പാടാ വേർത്ത് കുളിച്ച് നിൽക്കുന്നത്? എന്നിട്ട് കുളിക്കാതെ ബെഡേ കയറി കിടക്കും. എന്നിട്ട് വീണ്ടും പോകും, പന്ത് കളിക്കാൻ പോകും. കക്കാറില്ലേ? എടാ നീ വൃത്തിക്ക് വർത്താനം പറ കേട്ടോ. ആൾക്കാരൊക്കെ കമന്റ് ഇട്ട് തുടങ്ങി. പണ്ടത്തെ പോലെ അല്ല, നീ കൊച്ചല്ല. നേരെ വർത്താനം പറഞ്ഞേ, നേരെ പറഞ്ഞു. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അത് തന്നെ. അടുത്ത ഇലക്ഷൻ ഇവന് വോട്ടുണ്ട്. അന്നത്തേക്ക് ഇവന് 18 വയസ്സ് കഴിയും. 5 കൊല്ലം കഴിയുമ്പോ ഇവന് 19 വയസ്സാകും. ഓ വലിയ പൗരനായി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ അടുത്ത ഇലക്ഷൻ നിൽക്കുകയും ചെയ്യാം. 21 വയസ്സായ നിക്കാം. പറ വിഷു ഇത് നിങ്ങളുടെ രണ്ടുപേരും മെറൂണ്, ഞാൻ നീലേ. പറഞ്ഞില്ലേ? ആ പിന്നെ കണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണിയൊക്കെ നല്ല കണിയാണ്. എല്ലാവർക്കും കൈനീട്ടം വിഷു കൈനീട്ടം കൊടുക്കുകയൊക്കെ ചെയ്തു. എല്ലാം കൊടുക്കുകയും ചെയ്തു. പിന്നെ എനിക്കാരും തന്നില്ല. വിഷു ഇതുപോലെയൊക്കെ ആഘോഷിക്കാറുണ്ടാവുന്നു പണ്ട്? അങ്ങനെ റിസോർട്ടില്ല. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പായസം ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഒരു ചുരുങ്ങി 4-5 വീട്ടിൽ കൂടെ പോകും. കല്യാണത്തിനൊക്കെ മുമ്പ്? കല്യാണത്തിന് മുമ്പൊക്കെ പോകും. അല്ല ക്ഷണിക്കണം, ചുമ്മാ പോവല്ല. പായസം കുടിക്കാൻ ഇവന്റെ വണ്ണം നോക്കിക്കേ. ആരെ ക്ഷണിച്ചിട്ടാണ് പോയെന്ന കൂട്ടുകാരുടെ വീട്ടിൽ കൂടെ? പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു വിഷു ഓർമ്മ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? എനിക്ക് വിഷു ഓർമ്മകളൊന്നുമില്ല കേട്ടോ. എനിക്കുണ്ട്. വിഷു വന്നാല് എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിന് മുമ്പിലെ കനാലിലൊക്കെ കണിക്കൊന്നുണ്ടാവും. എവിടെന്നെങ്കിലും ഒരു കണിക്കൊന്നപ്പൂ സംഘടിപ്പിക്കും. അതിങ്ങനെ വീടിന്റെ ഡോറിന്റെ മറവില് കുത്തി വെച്ചിട്ട് കിടന്നുറങ്ങണേ. അപ്പൊ രാവിലെ എഴുന്നേക്കുന്ന വഴി ഡോർ അടഞ്ഞേക്കുമല്ലേ, രാവിലെ എഴുന്നേക്കുമ്പോ ഈ കണിക്കൊന്ന കണ്ട് എഴുന്നേറ്റ് വരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു കൊല്ലം അവിടെയുള്ള ക്ലബിലെ കുറെ പിള്ളേരെല്ലാരും കൂടി കണി ഒരുക്കി കൊണ്ടുവന്ന് വെളുപ്പിന്റെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് കണി 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 എന്ന് വിളിച്ചു പോയിട്ട് മാറി നിന്നു. അപ്പൊ നമ്മൾ വന്ന് കണി കാണുന്നിട്ട് നമുക്ക് നമ്മളവർക്ക് പൈസ കൊടുക്കും. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല അല്ലേ? നമ്മള് ഫ്രണ്ട്സൊക്കെ കൂടി ചെയ്യണം, പ്ലാൻ ചെയ്യാം. പിന്നെ ചേട്ടനെ നീ പറ. പണ്ട് എന്നെ കൂട്ടുകാരന് ഞാൻ 2 രൂപ കൊടുത്ത കഴിഞ്ഞ വിഷുവിന്. ഏത് ശിവയ്ക്ക് ആണോ? ഓ അന്ന് എന്റെ നല്ല നീല സൈക്കിളായിരുന്നു, കുഞ്ഞതില്ലേ. അതുകൊണ്ട് എന്തായാലും സ്റ്റാൻഡ് ചെയ്തിട്ടെന്ന് അറിയാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിഷു. എല്ലാവർക്കും വിഷു അടിപൊളിയായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു, ഹാപ്പി വിഷു, വിഷുദിന ആശംസകൾ. അപ്പൊ എല്ലാവർക്കും നല്ല വർഷങ്ങളായിരിക്കട്ടെ. ഇനി വരുന്നതെല്ലാം നല്ല ദിവസങ്ങളായിരിക്കട്ടെ. വിഷുവിന്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. എല്ലാവരുടെ ജീവിതവും സുന്ദരമായി തീരട്ടെ. വീടില്ലാത്തവർക്ക് വീടും ഒക്കെ ലഭിക്കട്ടെ, ഈശ്വരൻ തരട്ടെ. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും, വീടില്ലാത്തവർക്ക് വീട് കിട്ടാനും, കുടുംബത്തിൽ സമാധാനം കിട്ടാനും, എല്ലാവർക്കും സന്തോഷം കിട്ടാനും ഒക്കെ സാധിക്കട്ടെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ദുഃഖിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമായില്ല. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിച്ചിരിക്കുക. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ബിന്ദുസ് ഡ്രീംസ്. ബൈ.